സ്നേഹരാഗം ഭാഗം 47. രഞ്ജിത്തിന് ആകെ പരിഭ്രമമായി. നിന്ന നിൽപ്പിൽ ഭൂമി താഴ്ന്നു പോയെങ്കിൽ എന്നവന് തോന്നി. എന്നാൽ നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോവാം. ഇവിടെ ഇരിക്ക്, ഞാൻ പോയി ഡ്രസ് ചേഞ്ച് ചെയ്തു വരാം. പരിഭ്രമത്തിനിടയിൽ ഒരു പിടിവള്ളി കിട്ടിയതുപോലെ അവൻ പറഞ്ഞു. വേണ്ട, ഞാനൊന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണം. കുറച്ചു നേരം കിടന്ന് മാറിയില്ലെങ്കിൽ അപ്പോൾ പോകാം, അവൾ പറഞ്ഞു. അവന് തൊണ്ട വറ്റി വരണ്ടു. ഇപ്പോൾ ഗായത്രി മുറിയിലേക്ക് ചെന്നാലുള്ള അവസ്ഥയെക്കുറിച്ചോർത്തപ്പോൾ അവന് മരിച്ചാൽ മതിയെന്നായി. താൻ ഇതുവരെ കെട്ടിപ്പടുത്തുകൊണ്ടുവന്ന കുടുംബം ഒരു നിമിഷം കൊണ്ട് നിലംപൊത്തിപ്പോകുകയാണെന്ന് അയാൾക്ക് തോന്നി. ഗായത്രി എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. രഞ്ജിത്തിന് അവളെ തടയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും കഴിയാതെ അവൻ തളർന്നു നിന്നു. ഗായത്രിയുടെ ശബ്ദം കേട്ടപ്പോൾ കീർത്തന വേഗം എഴുന്നേറ്റിരുന്നു. ബ്ലൗസ് എടുത്തിടാൻ പോലും അവൾക്ക് സമയം കിട്ടിയില്ല. അതിനു മുന്നേ ഗായത്രി വാതിൽക്കലെത്തി. മുറിയുടെ വാതിൽ ചാരിയിരുന്നു. ഗായത്രി വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയാത്തതായിരുന്നു. അവൾ അവിടെ പൂർണ്ണനഗ്നയായ കീർത്തനയെ കണ്ടപ്പോൾ ആകെ വിറുങ്ങലിച്ചു പോയി. കോപം കൊണ്ടവൾ ആളിക്കത്തി. ഗായത്രിയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ കീർത്തനയ്ക്ക് കഴിഞ്ഞില്ല. അവളുടെ കണ്ണിലെ അഗ്നി തന്നെ ദഹിപ്പിച്ച് കളയുമെന്ന് കീർത്തനയ്ക്ക് തോന്നി. ഗായത്രി ഒരു നിമിഷത്തെ പകപ്പാടിന് ശേഷം കൊടുങ്കാറ്റുപോലെ കീർത്തനയുടെ നേരെ ചെന്നു. അവളുടെ വലതുകൈ വായുവിൽ ഉയർന്നു പൊന്തി. ആ കൈ കീർത്തനയുടെ കവിളിൽ പതിച്ചു. ഗായത്രിയുടെ ദേഷ്യം മുഴുവൻ ആവാഹിച്ചെടുത്ത ആ കൈകൊണ്ട് ഏറ്റ പ്രഹരം അത്രയ്ക്കും വലുതായിരുന്നു. നിനക്ക് നിന്റെ ഭർത്താവിനെ തികയാഞ്ഞിട്ടാണോടി നീ എൻ്റെ കെട്ടിയോനെ മയക്കിയെടുത്തത്? ദൈവമായിട്ട് എനിക്ക് കാണിച്ചു തന്നതാണ് ഈ കാഴ്ച. അല്ലെങ്കിൽ ഈ സമയത്ത് ഇവിടെ വരേണ്ട ആളല്ലായിരുന്നല്ലോ ഞാൻ. നീ ഇത്രയും വൃത്തികെട്ടവളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ എൻ്റെ കുടുംബത്തിലേക്ക് കാലുകുത്താൻ പോലും ഞാൻ നിന്നെ സമ്മതിക്കില്ല, അവൾ ചീറിക്കൊണ്ട് പറഞ്ഞു. കീർത്തനയ്ക്ക് ഒന്നും പറയാനില്ലായിരുന്നു. അവൾ തല താഴ്ത്തി നിന്നു. ഒരു വേശ്യയ്ക്ക് പോലും നിന്നേക്കാളും അന്തസ്സുണ്ടല്ലോടി. ഗായത്രിക്ക് പറഞ്ഞിട്ടും മതിയാവുന്നില്ലായിരുന്നു. നിന്റെ കുടുംബം ഞാൻ നശിപ്പിക്കും. നീ ഇത് എന്ന് തുടങ്ങിയതാ ഈ ബന്ധം? നോക്കിക്കോ, നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. എല്ലാവരും അറിയട്ടെ. ഇറങ്ങിപ്പോടി വൃത്തികെട്ട ശവമേ, അവൾ പ്രാകും പോലെ കീർത്തനയെ നോക്കി പറഞ്ഞു. കീർത്തനയ്ക്ക് ഇങ്ങനെയൊരവസ്ഥയിൽ ഗായത്രിയെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് കരുതിയതേയില്ല. അവൾക്ക് ഒരു നിമിഷം കൊണ്ട് തൻ്റെ ജീവിതം തകർന്നു എന്ന് തോന്നി. ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി താൻ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയത് എന്നവൾ ചിന്തിച്ചു പോയി. അവൾ എങ്ങനെയൊക്കെയോ സാരിയെടുത്ത് ഉടുത്തു. പിന്നെ വേഗം ബാഗുമെടുത്ത് മുറിയിൽ നിന്നും ഇറങ്ങി. ഹാളിലെത്തിയപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവനെപ്പോലെ രഞ്ജിത്ത് നിൽപ്പുണ്ടായിരുന്നു. അവൾ അയാളെ ഒന്ന് നോക്കി. വേഗം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. രഞ്ജിത്ത് തളർന്ന് സെറ്റിയിലിരുന്നു പോയി. ഒന്നും വേണ്ടിയിരുന്നില്ല എന്നയാൾക്ക് തോന്നി. ഏത് നിമിഷത്തിലാണ് തനിക്ക് ഇങ്ങനെയൊരു തോന്നലുണ്ടായത് എന്ന് അയാൾ തലയ്ക്ക് കൈകൊടുത്തുകൊണ്ട് ആലോചിച്ച് അവിടെ തന്നെ ഇരുന്നു. മുറിയിൽ വാതിൽ ഉറക്കെ അടയുന്ന ശബ്ദം കേട്ടപ്പോൾ അയാൾ മുഖം തിരിച്ച് അങ്ങോട്ട് നോക്കി. ഗായത്രി കലിതുള്ളി വരുന്നത് തൻ്റെ അടുത്തേക്കാണെന്ന് അവന് മനസ്സിലായി. നിങ്ങളെയാണോ ഞാൻ എൻ്റെ ജീവന് തുല്യം സ്നേഹിച്ചത്? നിങ്ങളില്ലാതെ ഒരു ലോകവുമില്ലെന്ന് കരുതിയ ഞാൻ വിഡ്ഢി. നിങ്ങൾക്കിവിടെ സമാധാനിപ്പിക്കാനും സന്തോഷിക്കാനും ആ വൃത്തികെട്ടവൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതിയിരുന്നില്ല. നിങ്ങളിതിന് അനുഭവിക്കണം. അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കരയില്ല, ആത്മഹത്യയും ചെയ്യില്ല, അവൾ മനസ്സുറപ്പോടെ പറഞ്ഞുകൊണ്ട് വെട്ടിത്തിരിഞ്ഞ് മുറിയിലേക്ക് പോയി. അയാൾ ഒന്നും പറയാനില്ലാത്തവനെപ്പോലെ മുഖം താഴ്ത്തി കയ്യും തലയിൽ വെച്ചുകൊണ്ട് ഇരുന്നു. ICUവിനുള്ളിൽ നിന്നും ധൃതിയിൽ നടന്നു പോകുന്ന ഒരു നഴ്സിനെ അർജുൻ ശ്രദ്ധിച്ചു. അവർ നടക്കുകയല്ല ഓടുകയാണെന്ന് അവന് തോന്നി. പെട്ടെന്ന് തിരികെ വരികയും ചെയ്തു. കൂടെ ഡോക്ടറുമുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും ICUവിൻ്റെ വാതിൽ തുറന്നു. ഡോക്ടർ പതിയെ പുറത്തേക്ക് വന്നു. അർജുൻ എഴുന്നേറ്റ് ഡോക്ടറുടെ അടുത്തെത്തി. ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സോറി, അമ്മയെ നമുക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഡോക്ടർ നടന്നു നീങ്ങുമ്പോഴും അർജുൻ ആ നിൽപ്പ് അങ്ങനെ തന്നെ നിന്നുപോയി. പൂജയും ചന്ദ്രനും പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് അർജുൻ്റെ അടുത്തെത്തി. എന്താ ഏട്ടാ, എന്താ ഡോക്ടർ പറഞ്ഞത്? അവൾ ആധിയോടെ ചോദിച്ചു.
ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അർജുൻ പൂജയെ നോക്കി. അമ്മ പോയി മോളെ, നമ്മളെ വിട്ട്. അത് പറയുമ്പോൾ അർജുൻ്റെ സ്വരം ഇടറിപ്പോയി. അയ്യോ അമ്മേ, ഒന്ന് മിണ്ടുക പോലും ചെയ്യാതെ അമ്മ പോയല്ലോ, അവൾ അലമുറയിട്ടു. ചന്ദ്രൻ തളർന്ന് കസേരയിലേക്കിരുന്നു. നിശബ്ദമായ ആ മനസ്സിൽ പൂജയുടെ തേങ്ങൽ മാത്രം ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. അമ്പലത്തിൽ ദേവിയുടെ മുന്നിൽ തൻ്റെ പ്രാണപ്രിയയോടൊപ്പം നിൽക്കുമ്പോൾ ദേവന് ഒരു ജന്മം മുഴുവൻ താൻ കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിനായാണെന്ന് തോന്നി. അവന് അത്രയും ആത്മസംതൃപ്തി നൽകുന്നുണ്ടായിരുന്നു. അവൻ ഒളികണ്ണിട്ട് നന്ദനയെ നോക്കി. കൈകൂപ്പി മിഴികളടച്ച് പ്രാർത്ഥിക്കുകയാണവൾ. അവൾ ഇങ്ങനെ തൻ്റേതാകുമെന്ന് അവൻ വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു. അധികം ആരുമില്ലാതെ ലളിതമായിരുന്നു ചടങ്ങ്. നീതുമോൾ കുഞ്ഞിനെയും കൊണ്ട് അല്പം മാറി നിൽപ്പുണ്ട്. തൊഴുകൈയോടെ അവർ നിൽക്കുമ്പോൾ പൂജിച്ച താലിയും മന്ത്രകോടിയും കൊണ്ട് പൂജാരി പുറത്തേക്ക് വന്നു. അനിതയുടെ സഹോദരൻ എല്ലാറ്റിനും മുന്നിൽ നിന്നിരുന്നു. പൂജാരി നീട്ടിയ താലി ദേവൻ നന്ദനയുടെ കഴുത്തിൽ ചാർത്തി. ദേവന് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം പൂവണിഞ്ഞ സന്തോഷമായിരുന്നു. അനിതയുടെ സഹോദരൻ നന്ദനയുടെ കൈപിടിച്ച് ദേവൻ്റെ കയ്യിൽ കൊടുത്തു. കൃഷ്ണനും ജാനുവിനും ഒരുപാട് സന്തോഷമായി. തൻ്റെ മകൻ്റെ വിവാഹം ഇങ്ങനെ കാണാൻ കഴിയുമെന്ന് അവർ കരുതിയില്ലായിരുന്നു. ദൈവവിധിയാണ് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് എന്നവർ കരുതി. അവർ മനസ്സു നിറഞ്ഞ് അവരെ അനുഗ്രഹിച്ചു. നന്ദനയ്ക്ക് ഒരു നിമിഷം മനസ്സിൽ അർജുനുമായുള്ള തൻ്റെ വിവാഹ നിമിഷം ഓർമ്മ വന്നു. അവൻ തന്നെ അവഗണിച്ച് തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മണ്ഡപത്തിൽ ഒരു അപരിചിതയായി തന്നെ കണ്ടത് അവൾ ഓർത്തു. ദേവൻ അവളുടെ കയ്യിൽ പിടിച്ച് മെല്ലെ ഒന്നമർത്തി. അവൾ മെല്ലെ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. അവൻ്റെ മുഖത്തെ സന്തോഷം തിരിച്ചറിഞ്ഞു. അവൾ ലജ്ജയോടെ തല താഴ്ത്തി. ഇങ്ങനെ ഒരു നിമിഷത്തിനായി താനും കൊതിച്ചിരുന്നു എന്നവൾക്ക് തോന്നി. അവൻ അവൾക്ക് തുളസിമാല ചാർത്തിക്കൊടുത്തു. അവൻ തിരിച്ചും. രജിസ്റ്റർ ഓഫീസിലെ കാര്യങ്ങളെല്ലാം 2 ദിവസം മുൻപ് ചെയ്തിരുന്നു. പിന്നീടാണ് അമ്പലത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് അറേഞ്ച് ചെയ്തിരുന്നത്. അവൻ അവളുടെ നെറുകിൽ സിന്ദൂരം ചാർത്തി. ജീവിതാവസാനം വരെ ഈ സ്നേഹം നിലനിൽക്കണേ എന്നവൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു. അമ്പലത്തിലെ ചടങ്ങുകൾക്ക് ശേഷം അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി. നന്ദന അമ്മയെ നോക്കി കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് കാറിൽ കയറി. നീതുമോളും കുഞ്ഞും കൂടെ കയറി. കാർ ദേവൻ്റെ വീടിനെ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരുന്നു. നന്ദനയുടെയും ദേവൻ്റെയും ജീവിതത്തിൽ ഇനി എന്തെല്ലാമാണ് സംഭവിക്കുക എന്നറിയണമെങ്കിൽ സ്നേഹരാഗത്തിൻ്റെ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ മതിയാകൂ. നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹരാഗം ഇനിയും തുടരും.